PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 18-19 തീയതികളിൽ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോറിൻ കോർപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചാൾസ് ഫുരിയർ ഇൻ ഫ്രാൻസ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ചാൾസ് ഫുരിയർ ഇൻ ഫ്രാൻസ്. ഉത്തരം ഫാലൻസ്റ്റിയർ. ചാൾസ് ഫുരിയർ ഓർഗനൈസ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് കോളനീസ് ആണ് ഫാലൻസ്റ്റിയർ എന്ന് പറയുന്നത്. ഫ്രാൻസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ചാൾസ് ഫുരിയർ. Charles Fourier advocated the formation of communist colonies called Phalansteer. ഫാലൻസ്റ്റിയറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആണ്. ഫാലൻസ്റ്റിയറിൻ്റെ ഹെഡ് ആണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ. ഫാമിലിസ്റ്റർ എന്ന് പറയുന്നത് ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ്രേ ഗോഡ്വിൻ ആണ്. ഫാമിലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ്രേ ഗോഡ്വിൻ. ഫ്രാൻസിൽ മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ലെക്ലയർ ആണ്. ഫ്രാൻസിൽ മ്യൂച്വൽ എയ്ഡ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ലെക്ലയർ. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് കോപ്പറേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ USA. ഫസ്റ്റ് കോപ്പറേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ USA. ഉത്തരം ബീസ്. USA എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ്സ് ആണ് ബീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ് ഗ്രേഞ്ചസ്. USA കോപ്പറേറ്റീവ് യൂണിയൻസ് അറിയപ്പെടുന്നത് ഗ്രേഞ്ചസ് എന്നാണ്. അമേരിക്ക അല്ലെങ്കിൽ USA മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസ് ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA ഈസ് ഹഡ്സൺ കെല്ലി. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ USA ഈസ് ഹഡ്സൺ കെല്ലി. സെൻട്രൽ സൊസൈറ്റി ഇൻ ഡെൻമാർക്ക് വിച്ച് വാസ് മീൻഡ് ഫോർ എഫക്റ്റീവ് സെയിൽസ്. സെൻട്രൽ സൊസൈറ്റി ഇൻ ഡെൻമാർക്ക് വിച്ച് വാസ് മീൻഡ് ഫോർ എഫക്റ്റീവ് സെയിൽസ്. ഉത്തരം ഡാഗ്. DAG. ഡാഗ് എന്ന് വെച്ചാൽ ഡെൻമാർക്കിലെ സെൻട്രൽ സൊസൈറ്റിയാണ്. ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റിയാണ് അൽക്ക. ഹോൾസെയിൽ സൊസൈറ്റിയാണ് FDB. ബ്രീഡിംഗ് സൊസൈറ്റീസ് ആണ് ബുൾ ക്ലബ്ബ്. ദ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡീപോട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ്. ദ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡീപോട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് CWS. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുടെ പഴയ പേരാണ് ദ നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ ഏജൻസി ആൻഡ് ഡീപോട്ട് എന്നത്. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഈസ് യൂഷ്വലി നോൺ ആസ് CWS. ഫോംഡ് ഇൻ 1863. 1863 കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ ഫോം ചെയ്തത്. പയനീർ ഓഫ് ഹോൾസെയിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ ആണ്. പയനീർ ഓഫ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ മൂവ്മെൻറ്റ് ഈസ് മാഞ്ചസ്റ്റർ. കോപ്പറേഷൻ ഇൻ ചേഞ്ചിങ് ഇറ്റലി വാസ് റിട്ടൺ ബൈ. കോപ്പറേഷൻ ഇൻ ചേഞ്ചിങ് ഇറ്റലി വാസ് റിട്ടൺ ബൈ ഹൊറസ് പ്ലങ്കറ്റ്. ഹൊറസ് പ്ലങ്കറ്റിൻ്റെ ബുക്കാണ് കോപ്പറേഷൻ ഇൻ ചേഞ്ചിങ് ഇറ്റലി എന്നത്. ഹൊറസ് പ്ലങ്കറ്റ് അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ്. അയർലൻഡ് ഈസ് ഫേമസ് ഫോർ അഗ്രികൾച്ചറൽ കോപ്പറേഷൻ. അഗ്രികൾച്ചറൽ കോപ്പറേഷനാണ് അയർലൻഡ് ഫേമസ് ആയത്. ഹൊറേസ് പ്ലങ്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ലോഗനാണ് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ്, ബെറ്റർ ലിവിങ്. ഇത് ഹൊറസ് പ്ലങ്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ IAOS ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതും ഹൊറസ് പ്ലങ്കറ്റാണ്. വിച്ച് കോപ്പറേറ്റർ ഫോം ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇറ്റലി. വിച്ച് കോപ്പറേറ്റർ ഫോം ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇറ്റലി. ഉത്തരം മസീനി. ലേബർ സൊസൈറ്റീസിൻ്റെ ജന്മനാട് അല്ലെങ്കിൽ പയനീർ ഓഫ് കോപ്പറേറ്റീവ് ലേബർ സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയിലെ രണ്ട് പയനീഴ്സാണ് ലൂസി ലുസാട്ടി ആൻഡ് വൂളൻബർഗ്. ഇറ്റലിയിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കോപ്പറേറ്ററാണ് മസീനി. സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റീസ് ഓഫ് വെസ്റ്റ് ജർമ്മനി. സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റീസ് ഓഫ് വെസ്റ്റ് ജർമ്മനി. ഉത്തരം എഡേക്ക.
ജർമ്മനിയിലെ ഹോൾസെയിൽ സൊസൈറ്റീസിൻ്റെ സെൻട്രൽ ഏജൻസിയാണ് എഡേക്ക എന്ന് പറയുന്നത്. ജർമ്മനി നമുക്കറിയാം ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ ഇംഗ്ലണ്ട്, ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ ജർമ്മനി. അതുപോലെ സിറ്റാഡൽ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും ജർമ്മനിയാണ്. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റീസാണ് ഹോംസ്റ്റെഡ്സ്. ന്യൂഹി മാറ്റ് എന്ന് പറയുന്നത് ഹൗസിംഗ് സൊസൈറ്റീസാണ്. ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റീസാണ് ന്യൂഹി മാറ്റ്. ഇൻഷുറൻസ് സൊസൈറ്റീസാണ് ഹോംസ്റ്റെഡ്സ്. ജർമ്മനി ഈസ് നോൺ ആസ് ദ ടോർച്ച് ബെറേഴ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയും ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെയും ബർത്ത് പ്ലേസ് കൂടിയാണ് ജർമ്മനി. ഫോക്ക് ഹൈസ്കൂൾസ് ആൻഡ് ഫൗണ്ടഡ് ബൈ ദ വെൽ നോൺ ഡാനിഷ് കോപ്പറേറ്റർ. ഫോക്ക് ഹൈസ്കൂൾസ് ആൻഡ് ഫൗണ്ടഡ് ബൈ ദി വെൽ നോൺ ഡാനിഷ് കോപ്പറേറ്റർ ഗ്രണ്ടുവിങ്. ഡെൻമാർക്കിൽ ഫോക്ക് ഹൈസ്കൂൾ ഫൗണ്ട് ചെയ്ത ആരാണ്? NFS ഗ്രണ്ടുവിങ്. ദ സീറോ ബേസ് ബജറ്റിംഗ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ USA. USA അല്ലെങ്കിൽ അമേരിക്കയിലാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഫ്രഞ്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഉത്തരം ചാൾസ് ഫുരിയർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചാൾസ് ഫുരിയർ ആണ് ഫ്രാൻസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് മിൽ സ്റ്റാർട്ടഡ് ബൈ റോബർട്ട് ഓവൻ? ഉത്തരം ന്യൂ ലെനാർക്ക് മില്ല്. റോബർട്ട് ഓവൻ സ്റ്റാർട്ട് ചെയ്ത മില്ലാണ് ന്യൂ ലെനാർക്ക് മില്ല്. റോബർട്ട് ഓവൻ പബ്ലിഷ് ചെയ്ത ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നത് റോബർട്ട് ഓവൻ്റെ പ്രധാനപ്പെട്ട തിയറിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഈസ് എ തിയറി ഡെവലപ്ഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ. ഉത്തരം ഡെൻമാർക്ക്. അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ്റെയും ഡയറി സൊസൈറ്റീസിൻ്റെയും ജന്മനാട് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൻ്റെ പ്രത്യേകത എന്താണ്? ദ കൺട്രി ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത കൺട്രിയാണ് ഡെൻമാർക്ക്. ഡാഷ് വാസ് ദ റൂറൽ ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ ഇറ്റലി ബൈ വൂളൻബർഗ്. ഇൻ ഇറ്റലി ബൈ വൂളൻബർഗ്. ഉത്തരം കസേ റുറാലി. വൂളൻബർഗ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത റൂറൽ ബാങ്ക്സ് അറിയപ്പെട്ടത് കസേ റുറാലി എന്നാണ്. ഇറ്റലിയിലെ അർബൻ ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രൊഫൗണ്ടറാണ് ലൂയിസി ലുസാട്ടി. ഇറ്റലിയിൽ ഓർഗനൈസ് ചെയ്ത ബാങ്കുകളാണ് പീപ്പിൾസ് ബാങ്ക് അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്. ബങ്ക പോപ്പുലാറി എന്നാണ് ലുസാട്ടിയുടെ ബാങ്കുകൾ അറിയപ്പെട്ടിരുന്നത്. ബങ്ക പോപ്പുലാറി എന്നാണ്. വൂളൻബർഗ് സ്റ്റാർട്ട് ചെയ്ത റൂറൽ ബാങ്ക്സ് ആണ് കസേ റുറാലി. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ജപ്പാൻ. ലാൻഡ് ഓഫ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ടൊയോഹിക്കോ കഗാവ. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവാണ് ടൊയോഹിക്കോ കഗാവ. അദ്ദേഹം ജാപ്പനീസ് ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെൻമാർക്ക് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ HC സോനെ. ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് HC സോനെയാണ്. പ്രൊവിഷൻ പാർസൺ എന്നറിയപ്പെടുന്നത് HC സോനെയാണ്. ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഉത്തരം ജർമ്മനി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയും ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെയും ബർത്ത് പ്ലേസ് ആണ് ജർമ്മനി. In 1896, the retail cooperative organized their central organization, the Danish Cooperative Wholesale Society, popularly known as. In 1896, the retail cooperative organized their central organization, the Danish Cooperative Wholesale Society, popularly known as FDB. ഡെൻമാർക്കിലെ ഹോൾസെയിൽ സൊസൈറ്റിയാണ് FDB. FDB ഫോം ചെയ്തത് 1896 The Italian People's Bank organized in the urban areas called
ബങ്ക പോപ്പുലാറി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റലിയിൽ അർബൻ ബാങ്കുകൾ സ്ഥാപിച്ചത് ലുസാട്ടിയാണ്. അത് അറിയപ്പെട്ടിരുന്നത് ബങ്ക പോപ്പുലാറി എന്നാണ്. റൂറൽ ഏരിയയിൽ ബാങ്കുകൾ സ്ഥാപിച്ചത് വൂളൻബർഗ്. അത് കസേ റുറാലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ദ സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ഉത്തരം ഷൂൾസ്. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് ലീഡറാണ് ഷൂൾസ്. ഫസ്റ്റ് ലീഡർ ആരാണ്? FW റേഫിഷൻ. ചൈന ഈസ് ഫേമസ് ഫോർ ഡാഷ് കോപ്പറേറ്റീവ്സ്. ചൈന ഈസ് ഫേമസ് ഫോർ ഡാഷ് കോപ്പറേറ്റീവ്സ്. ഉത്തരം ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് ഫേമസ് ആണ് ചൈന. ചൈനയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1912 ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് സൺ യാറ്റ് സൺ. ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സൺ യാറ്റ് സൺ. ഗറില്ല ഇൻഡസ്ട്രി ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ഇൻഡസ്കോസ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഇൻ ചൈന ഈസ് ഇൻഡസ്കോസ്. ചൈന ഏതുതരം സൊസൈറ്റികൾക്കാണ് ഫേമസ് ആയത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899 അറ്റ് സ്വീഡൻ. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899 അറ്റ് സ്വീഡൻ. ഉത്തരം കോപ്പറേറ്റീവ് ഫോർബഡൻറ്റ്. കോപ്പറേറ്റീവ് ഫോർബഡൻറ്റ് അല്ലെങ്കിൽ KF ഫോം ചെയ്തത് 1899 സ്വീഡിഷ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഫോർബഡൻറ്റ്. കോപ്പറേറ്റീവ് ഫോർബഡൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമാണ്. KFൻ്റെ പബ്ലിക്കേഷൻ വീക്കിലി പീരിയോഡിക്കൽ പബ്ലിക്കേഷനാണ് വി എന്നത് KF പബ്ലിഷ് ചെയ്യുന്ന വീക്കിലി പീരിയോഡിക്കൽ പബ്ലിക്കേഷനാണ്. സ്വീഡനിൽ പോപ്പുലറായത് കൺസ്യൂമർ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ജർമ്മനി. ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ജർമ്മനി. ഉത്തരം ഷൂൾസ്. ജർമ്മനിയിൽ ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഷൂൾസ് ആണ് 1849. ഷൂൾസ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെക്കൻഡ് ലീഡറാണ്. ജർമ്മനിയിൽ ഫ്രണ്ട്ലി സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഷൂൾസ് ആണ്. ഷൂൾസ് ബാങ്ക്സ് ഓർഗനൈസ് ചെയ്തത് ഡെമോക്രാറ്റിക് ബേസിസിലാണ്. ഷൂൾസ് ബാങ്ക്സ് വെയർ ഓൾസോ നോൺ ആസ് പോപ്പുലർ ബാങ്ക്സ്, ടൗൺ ബാങ്ക്സ് ഓർ ഷെയർ ബാങ്ക്. ഷൂൾസിൻ്റെ ബാങ്കുകൾ അറിയപ്പെട്ടിരുന്നത് പോപ്പുലർ ബാങ്ക്സ്, ടൗൺ ബാങ്ക് അല്ലെങ്കിൽ ഷെയർ ബാങ്ക് എന്നൊക്കെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന ബുക്ക് എഴുതിയത് ഷൂൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് വാസ് റിട്ടൺ ബൈ ഷൂൾസ്. The colonies established by Robert Owen in USA was. The colonies established by Robert Owen in USA was ന്യൂ ഹാർമണി. റോബർട്ട് ഓവൻ USA-യിൽ സ്ഥാപിച്ച കോപ്പറേറ്റീവ് കോളനീസ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ന്യൂ ഹാർമണി. സ്കോട്ട്ലാൻഡിൽ സ്ഥാപിച്ചത് ഓർബിറ്റ്സൺ. ഡാഷ് ഈസ് ദി ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ റഷ്യ. ഡാഷ് ഈസ് ദി ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ റഷ്യ. ഉത്തരം അർട്ടൽ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ റഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് അർട്ടൽ. ഫോറിൻ കോർപ്പറേഷനിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.